എക്സാലോജിക് എന്ന് പറയുന്ന ഒരു കമ്പനി, അത് പൂട്ടിപ്പോയൊരു കമ്പനിയാണ്. പക്ഷേ നമ്മുടെ ഇപ്പോൾ കേരളത്തിൽ എല്ലാവർക്കും തന്നെ പരിചിതമായിട്ടുള്ള ഒരു കമ്പനിയാണ്. ആ കമ്പനി നടത്തിക്കൊണ്ടിരുന്ന ഒരു സിംഗിൾ ഡയറക്ടർ എന്ന് പറയുന്നത് തായ്ക്കണ്ടിയിൽ വീണ എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മകളാണ്. ആ മകൾ ബാംഗ്ലൂരിൽ ചെന്ന് എക്സാലോജിക് എന്ന് പറയുന്ന ഒരു സ്ഥാപനം നടത്തുകയും പിന്നീട് അത് നിരവധി വർഷങ്ങളിൽ നഷ്ടത്തിൽ പോവുകയും പിന്നീട് അത് അടച്ചുപൂട്ടുകയും ചെയ്തൊരു കമ്പനിയാണ്. ഈ കമ്പനിക്കെതിരെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിൻ്റെ അന്വേഷണം നടക്കുന്നുണ്ട്. അതിനു മുൻപ് തന്നെ കമ്പനി അഫയേഴ്സിൻ്റെ അന്വേഷണം 2020 മുതൽ നടക്കുന്നുണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടന്നു വരികയാണെന്ന് നമുക്കറിയാം. ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് ഷോൺ ജോർജ് എന്ന് പറയുന്ന ഇപ്പോൾ BJPയിലേക്ക് ചേർന്നിട്ടുള്ള PC ജോർജിൻ്റെ മകനായിട്ടുള്ള ഷോൺ ജോർജ്, അദ്ദേഹം ഒരു പത്രസമ്മേളനം നടത്തി. ആ പത്രസമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ഈ കേരളത്തിലെ ഏതൊരു സാധാരണ മനുഷ്യനെയും ഏതൊരു CPMകാരനെയും വരെ ഞെട്ടിക്കാൻ പോകുന്ന കാര്യങ്ങളാണ്. കാരണം ആ കാര്യങ്ങളിൽ ഏറ്റവും ആദ്യം അദ്ദേഹം പറഞ്ഞേക്കുന്നത് എക്സാലോജിക് എന്ന് പറയുന്ന ഒരു കമ്പനിക്ക് അബുദാബി കൊമേഴ്സ്യൽ ബാങ്കിൻ്റെ UAE ബ്രാഞ്ചിൽ ഒരു അക്കൗണ്ട് ഉണ്ടായിരുന്നു എന്നാണ്. ആ അക്കൗണ്ട് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു കമ്പനി തുടങ്ങുമ്പോൾ ആ കമ്പനിയുടെ അക്കൗണ്ട് വളരെ നമ്മൾ കോർപ്പറേറ്റ് മിനിസ്ട്രിയൊക്കെ മന്ത്രാലയത്തേക്ക് അറിയിച്ചുകൊണ്ട് കൃത്യമായി നമ്മളൊരു അക്കൗണ്ടാണ് തുടങ്ങാൻ കഴിയുക. പിന്നെ നിരവധി അക്കൗണ്ടുകളൊക്കെ തുടങ്ങാം. പക്ഷേ അക്കൗണ്ടുകളുടെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ രേഖകളായി ഇൻകം ടാക്സിനും അതുപോലെ തന്നെ കോർപ്പറേറ്റ് മിനിസ്ട്രിക്കും ഒക്കെ കൊടുക്കേണ്ടതുണ്ട്, കമ്പനി രജിസ്ട്രാർക്കൊക്കെ കൊടുക്കേണ്ടതുണ്ട്. ഇതൊക്കെ കൊടുത്തിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. പക്ഷേ അദ്ദേഹം എന്തായാലും അബുദാബി കൊമേഴ്സ്യൽ ബാങ്കിൽ ഇത്തരത്തിലുള്ളൊരു അക്കൗണ്ട് എക്സാലോജിക്കിന് ഉണ്ടായിരുന്നു. അക്കൗണ്ട് ഉണ്ടായിരുന്നത് നമ്മൾ ഞെട്ടിക്കില്ല. പക്ഷേ അതിൻ്റെ അഡ്രസ്സ് എന്ന് പറയുന്നത് എക്സാലോജിക് കൺസൾട്ടൻസി മീഡിയ സിറ്റി UAE എന്ന് പറയുന്ന ഒരു അഡ്രസ്സിലാണ് അവിടെ അക്കൗണ്ട് എടുത്തിട്ടുള്ളത്. ഇത് കൂടാതെ അതിൻ്റെ 2 പേരാണ് അതിൻ്റെ സിഗ്നേച്ചറി ആയിട്ടുണ്ടായിരുന്നത്. ഒന്ന് വീണ തൈക്കണ്ടിയിൽ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ മകളും അതുപോലെ തന്നെ അവരുടെ മുൻ ഭർത്താവായിട്ടുള്ള സുനീഷ് എന്ന് പറയുന്ന ഒരാളുമാണ്. അവരുടെ അഡ്വക്കേറ്റാണ് അദ്ദേഹം. ഈ അക്കൗണ്ടിലേക്ക് പണം നിക്ഷേപിച്ചവരുടെ വിവരങ്ങൾ പുറത്തു വരുമ്പോഴാണ് ഓരോ കേരളീയനും ഞെട്ടേണ്ടത്. ആ വിവരങ്ങളിൽ പുറത്തു വന്നേക്കുന്ന ഏറ്റവും ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് CMRL എന്ന് പറയുന്ന കമ്പനിയുടെ പണം അതുവഴി റൂട്ട് ചെയ്തിട്ടുണ്ടാകാം എന്ന് പറയുന്ന ഒരു ഹിൻഡ് ഈ പറയുന്ന പത്രസമ്മേളനത്തിൽ കൊടുത്തിട്ടുണ്ട്. കാരണം അദ്ദേഹം പറയുന്നൊരു കാര്യം, ഷോൺ ജോർജ് പറയുന്നൊരു കാര്യം, 40,000 കോടിയെങ്കിലും ഈ CMRL 2016 മുതൽ 2019 വരെയുള്ള കാലഘട്ടങ്ങളിൽ ഇലുമിനേറ്റ് ബിസിനസ് നടത്തിക്കൊണ്ട് ഉണ്ടാക്കിയിരുന്നുവെന്നും അതിൽ അവരുടെ അക്കൗണ്ടിൽ ഒരു 700 കോടി രൂപ മാത്രമേ കാണിക്കുന്നുള്ളൂവെന്നും, എന്ന് പറഞ്ഞാൽ 1.72 കോടി രൂപ മാത്രമേ കണക്കിൽ കാണിച്ചിട്ടുള്ളൂവെന്നും ബാക്കിയുള്ള പണം കണക്കില്ലാതെ ചിലപ്പോൾ വിദേശത്തേക്ക് കടത്തിയിട്ടുണ്ടാകാം എന്ന് പറയുന്ന ഒരു സംശയമാണ് നമുക്ക് വരികൾക്കിടയിലൂടെ വായിക്കുമ്പോൾ തോന്നുന്ന ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത് വളരെ സ്പെസിഫിക്കായി പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഈ കമ്പനിയുടെ അക്കൗണ്ടിലേക്ക് PwC എന്ന് പറയുന്ന കമ്പനി, അതായത് നമുക്കറിയാം കേരളത്തിലടക്കം 11 സ്റ്റേറ്റുകളിൽ പല വിധത്തിലുള്ള കരാറടിസ്ഥാനത്തിൽ പല കൺസൾട്ടൻസി ജോലികളും ചെയ്യുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും പ്രമുഖമായിട്ടുള്ള ഒരു കൺസൾട്ടൻസി കമ്പനിയാണ് പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സ് എന്ന് പറയുന്ന കമ്പനി. ഈ കമ്പനിയുടെ ഒരു എംപ്ലോയി ആയിട്ടാണ് നമുക്കറിയാം സ്വപ്ന സുരേഷ് എന്ന് പറയുന്ന ഒരു വനിതയെ നമ്മുടെ ഗവൺമെൻറ്റിലേക്ക് ഒരു സെക്ഷനിലേക്ക് എടുത്തു വെച്ചത് ഒരു കരാർ ജീവനക്കാരിയായി. ആ കരാർ ജീവനക്കാരിയുടെ പ്രതിഫലമായി PwCക്ക് കൊടുക്കേണ്ടിയിരുന്ന പണമെന്ന് പറയുന്നത് 3.25 ലക്ഷം രൂപയാണ്. ആ 3,34,000 രൂപയാണ്. ആ 3,34,000 രൂപ നമ്മൾ PwCക്ക് കൊടുക്കുമ്പോൾ, അതായത് പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സിന് കൊടുക്കുമ്പോൾ, പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സ് ഈ പറയുന്ന സ്വപ്ന സുരേഷ് കൊടുത്തിരുന്ന സാലറി 1,07,000 എന്ന് പറഞ്ഞാൽ ഓരോ മാസവും ഏതാണ്ട് 2,27,000 രൂപയോളം ഈ പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സിന് ലാഭം കിട്ടിയിരുന്നു. അവരുടെ ഇടയിൽ മറ്റൊരു ഡൽഹി ഏജൻസി കൂടി ഉണ്ടായിരുന്നു. ചിലപ്പോൾ ഒരു 50,000 രൂപ അവർക്കും കൂടി പോയിട്ടുണ്ടാവും. പക്ഷേ ഇങ്ങനെ ലാഭം കിട്ടിയിരുന്നു. ഇത് ഞാൻ പറഞ്ഞത് സ്വപ്ന സുരേഷ് എന്ന് പറയുന്ന കള്ളക്കടത്തിൽ ആരോപണ വിധേയമായിട്ടുള്ള പ്രതിയായിട്ടുള്ള ഒരാളുടെ കിട്ടിക്കൊണ്ടിരുന്ന ശമ്പളമാണ്. അതിൻ്റെ മാർജിനാണ് ഈ പറയുന്ന പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സിന് കിട്ടിയിരുന്നത്. ഇവരുടെ മറ്റ് സ്റ്റാഫുകൾക്കുമെല്ലാം ചീഫ് സെക്രട്ടറിക്ക് കൊടുക്കുന്നതിനേക്കാൾ വലിയ ശമ്പളം പലപ്പോഴും കൊടുത്തിരുന്നു. അത് വളരെ മിടുക്കരായിട്ടുള്ള ആളുകളാണെങ്കിൽ കൊടുക്കേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു തർക്കമില്ല. പക്ഷെ അങ്ങനെ കൊടുത്തിരുന്നതിൻ്റെ പിന്നിൽ വെളിവാകുന്നൊരു കാര്യം, ഇങ്ങനെ നിരവധി പേർക്ക് കൊടുത്തിരുന്ന ശമ്പളത്തിൻ്റെ കമ്മീഷൻ തുകയായ വലിയ തുകകൾ മാസാമാസവും PwC എന്ന് പറയുന്ന പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സ് എന്ന് പറയുന്ന വലിയൊരു കമ്പനി വീണ വിജയൻ്റെ അക്കൗണ്ടിലേക്ക്, അതായത് എക്സാലോജിക്കിൻ്റെ അക്കൗണ്ടിലേക്ക് മാസാമാസം ഇട്ടിരുന്നു എന്ന് പറയുന്ന ഞെട്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തലാണ് ഷോൺ ജോർജ് നടത്തിയിട്ടുള്ളത്. അദ്ദേഹം ഇതേ വിവരം തന്നെ കാണിച്ചുകൊണ്ട് അന്വേഷണ ഏജൻസികൾക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. കൂടാതെ അദ്ദേഹം കോടതിയിൽ പോലും പുതിയ ഇൻഫർമേഷൻ കൊടുത്തത് അറിയിച്ചിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്.
ഇതൊരു കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സ് ഇതുപോലെ അവർക്ക് കരാർ കൊടുക്കുകയും ആ കരാറിൻ്റെ കമ്മീഷൻ എക്സാജോളജി കൈപ്പറ്റുകയും ചെയ്തു എന്ന് മാത്രമല്ല, അദ്ദേഹം പറയുന്നത് SNC ലാവ്ലിൻ എന്ന് പറയുന്ന നമുക്കറിയാം നേരത്തെ തന്നെ വലിയ പ്രമാദമായിട്ടുള്ള കമ്പനി, അതായത് ആ കേസിലാണ് പിണറായി വിജയൻ്റെ വിചാരണ നീണ്ടു പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് ഇപ്പോൾ ഒരു ബെഞ്ചിൽ വന്നിട്ട് തന്നെ 39 തവണയും ബെഞ്ചിൽ വരാതെ ഏതാണ്ട് 10-20 തവണയും അടക്കം 60 തവണയിലധികം നീക്കിട്ടി വെച്ച് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കേസാണ്. CBIക്കും അത് അന്വേഷിക്കാൻ താല്പര്യമില്ല, CBIയുടെ വക്കീലന്മാരില്ല എന്നൊക്കെയാണ് പലപ്പോഴും സുപ്രീം കോടതിയിൽ വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നീട്ടിവെച്ചുകൊണ്ടിരിക്കുന്ന കേസിലുള്ളൊരു കമ്പനിയായിട്ടുള്ള കനേഡിയൻ കമ്പനിയായിട്ടുള്ള SNC ലാവ്ലിനും ഈ വീണ തൈക്കണ്ടിയിലിൻ്റെ സിംഗിൾ ഡയറക്ടറായിട്ടുള്ള എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനിയിലേക്ക് മാസം വലിയ തുകകൾ കൊടുത്തിരുന്നു എന്നുള്ളതാണ് ഷോൺ ജോർജ് പറഞ്ഞേക്കുന്നത്. ഇത് കൂടാതെ നമുക്കറിയാൻ കഴിയുന്നൊരു കാര്യം, ഈ അക്കൗണ്ടിലൂടെ ഷോൺ ജോർജ് പറയുന്നത് വിശ്വസിക്കാമെങ്കിൽ ഈ അക്കൗണ്ടിലേക്ക് കോടിക്കണക്കിന് രൂപ ഇതുപോലെ പലരും നിക്ഷേപിച്ചത് വന്നിരുന്നുവെന്നും അതിൻ്റെ ക്വാർട്ടർലി ബാലൻസ് അല്ലെങ്കിൽ ഒരു ആവറേജ് ബാലൻസുകൾ പോലും 10 കോടി രൂപയിലധികം വരുന്ന പണം അവിടെ ദുബായിൽ ഉണ്ടായിരുന്നു എന്നുമാണ്. ഇത് നമ്മൾ കേൾക്കുമ്പോൾ ഷോൺ ജോർജിൻ്റെ തന്നെ വാർത്താ സമ്മേളനത്തിൽ പറയുന്ന ഒരു കാര്യം, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വേണം നമ്മൾ മുഖ്യമന്ത്രി പലപ്പോഴും UAE വിസിറ്റ് ചെയ്തുകൊണ്ടാണ് ഏത് രാജ്യത്തേക്ക് ടൂറ് പോകുന്നത് എന്നുള്ളത് കൂടി മനസ്സിലാക്കണം. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇത് ഇത്രയൊന്നും പണമില്ല എന്നും ഞങ്ങൾ വലിയ നഷ്ടത്തിലാണ് എന്നും പറഞ്ഞ് അടച്ചുപൂട്ടിയ എക്സാലോജിക് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഒരു ഓവർസീസ് അക്കൗണ്ടിലാണ്, ഒരു UAEയിലുള്ള അക്കൗണ്ടിലേക്കാണ് കോടിക്കണക്കിന് രൂപ വന്നതും ആ കോടിക്കണക്കിന് രൂപയിൽ ആവറേജായി ഏറ്റവും കുറഞ്ഞത് 10 കോടി രൂപ ആ അക്കൗണ്ടുകളിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളത് സ്ഥാപിക്കപ്പെടുന്നത്. ഇതിൽ പറയുമ്പോൾ ഷോൺ ജോർജ് പറയുന്നൊരു കാര്യം, ഇത് തെറ്റാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്കെതിരെ കേസ് കൊടുക്കാം, മാനനഷ്ടത്തിന് കേസ് കൊടുക്കാമെങ്കിൽ ഞാൻ കോടതിയിൽ തെളിയിച്ചോളാമെന്നാണ്. അല്ലെങ്കിൽ അന്വേഷണ ഏജൻസികൾ ഈ ബാങ്ക് അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസുകൾ എടുത്ത് കണ്ടുപിടിക്കട്ടെ എന്നാണ്. മൂന്നാമത്തെ കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുള്ളത്, ഈ അക്കൗണ്ടിൽ നിന്നും നിരവധി ക്യാഷുകൾ ഇങ്ങോട്ട് വന്നേക്കുന്നത് മുഴുവൻ ഇത്തരം കമ്പനികളിൽ നിന്നാണെങ്കിൽ പുറത്തേക്കും നിരവധി കമ്പനികളിലേക്കും മറ്റ് അക്കൗണ്ടുകളിലേക്കും ഒക്കെ ഇത് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആ ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടേക്കുന്നതെല്ലാം അമേരിക്കയിലേക്കാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞേക്കുന്നത്. എന്ത് ഇടപാടിന് വേണ്ടിയാണ്, എന്ത് ഡീലിന് വേണ്ടിയാണ് ഈ പണം ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളത് എന്ന് നമുക്കറിയാൻ കഴിയില്ല. ഇത്രയും പറയുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം, സ്വപ്ന സുരേഷ് എന്ന് പറയുന്ന ഈ സ്വർണ്ണക്കള്ളക്കടത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു വനിത, അവർ കൃത്യമായി നമ്മളോട് പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളിൽ ഒന്ന്, അവരുടെ ചതിയുടെ പത്മവ്യൂഹം എന്ന് പറയുന്ന ആത്മകഥയിൽ അവർ നമ്മളോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, ചീഫ് മിനിസ്റ്ററുമായി ബന്ധപ്പെട്ട്, അതായത് പിണറായി വിജയനുമായി ബന്ധപ്പെട്ട് ആ കുടുംബം ഒന്നാകെ വലിയ അഴിമതികൾ നടക്കുന്നുവെന്നും ഏതൊരു ഗവൺമെൻറ് പ്രൊജക്റ്റിൻ്റെ കീഴിലും ഇത്തരത്തിലുള്ള വലിയ കമ്മീഷനുകൾ അടിച്ചു മാറ്റാനുള്ള പ്രൊജക്റ്റുകൾ മാത്രമാണ് കേരളത്തിൽ വരുന്നത് എന്നും അവർ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സാമാന്യ ബുദ്ധിയുള്ള നമ്മൾ വിശ്വസിക്കേണ്ടി വരുന്നത് സ്വപ്നപ്രഭ സുരേഷ് എന്ന് പറയുന്നത് സ്വപ്ന സുരേഷ് പറഞ്ഞ കാര്യം ശരിയാണ് എന്നുള്ളതാണ്. ഇതുപോലെ തന്നെ ഫോണുമായി ബന്ധപ്പെട്ട്, ഇലക്ട്രിക്കൽ വെഹിക്കിളിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടും സ്പേസ് പാർക്ക് നിർമ്മിക്കലുമായി ബന്ധപ്പെട്ടുമെല്ലാം തന്നെ ഇതേ PwC എന്ന് പറയുന്ന കൺസൾട്ടൻസികൾക്ക് കരാർ കൊടുത്തിട്ടുണ്ട്. ആ കരാർ കൊടുത്തേക്കുന്നത് വഴി ഇത്തരത്തിൽ വലിയ കോടിക്കണക്കിന് രൂപ കേരളത്തിലെ പാവപ്പെട്ട സാധാരണക്കാരൻ്റെ പണം അടിച്ചു മാറ്റുന്ന പരിപാടിയാണ് ഇവിടെ നടക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇത് പറയുമ്പോൾ എനിക്കിതിൽ വലിയ ഞെട്ടലൊന്നുമില്ല. കാരണം ഞാൻ നേരത്തെ തമിഴ്നാട് ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് മാത്യു സാമുവൽ എന്ന് പറയുന്ന ഒരു ചാനലിൽ, മലയാളം യൂട്യൂബ് ചാനലിൽ G2 റിയാൽറ്റേഴ്സ് എന്ന് പറയുന്നതും അതുപോലെ G2 ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു കമ്പനിയും എങ്ങനെയാണ് തമിഴ്നാട്ടിലെ ഗവൺമെൻറ്റും അതുപോലെ തന്നെ DMKയും ഒക്കെ ചേർന്നുകൊണ്ട് ശാസ്ത്രീയമായി വളരെ സയൻറ്റിഫിക്കലി എങ്ങനെ അഴിമതി നടത്തുന്നു എന്ന് ഞാൻ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിലെങ്ങനെയാണ് ആദ്യം G2 റിയാൽറ്റേഴ്സ് സ്ഥലങ്ങൾ മേടിക്കുന്നതെന്നും ആ സ്ഥലങ്ങൾ പിന്നീട് എങ്ങനെയാണ് മറ്റൊരു സ്ഥാപനത്തിന് കൈമാറുന്നതെന്നും, അവർ വലിയ കമ്പനിയാണ്, IT പാർക്കുകൾക്ക് സ്ഥലം കൊടുക്കുന്ന കമ്പനിയാണ്, വലിയ ലക്ഷറിയസ് ആയിട്ടുള്ള ഫ്ലാറ്റുകളും വില്ലകളും നിർമ്മിക്കുന്ന കമ്പനിയാണ്. ഇവരുടെ പുറകിൽ നിന്ന് DMK എങ്ങനെയാണ് പണം ഉണ്ടാക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു വിശദമായിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വളരെ സയൻറ്റിഫിക്കലി ശാസ്ത്രീയമായി പണം അടിച്ചു മാറ്റാൻ ഈ കമ്പനി എക്സാലോജിക് എന്ന് പറയുന്ന ഒരു കമ്പനിയെയും ഉപയോഗിച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇനി അന്വേഷണ ഏജൻസി അന്വേഷിക്കുമ്പോൾ വരാനിരിക്കുന്ന കൂടുതൽ തെളിവുകൾക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കാം. പക്ഷേ ഇടതുപക്ഷവും അതുപോലെ CPM-ഉം BJP-യും ഒക്കെ ആയിട്ടുള്ള ചില അന്തർധാരകൾ സജീവമായതുകൊണ്ട് ഇതിൽ എത്രത്തോളം നടപടി ഉണ്ടാകും എന്നെനിക്കറിയില്ല. കാരണം 2021 തന്നെ ഇത്തരത്തിലുള്ളൊരു നോട്ടീസ് കൊടുത്തിട്ട്
നമ്മുടെ കമ്പനി അഫയേഴ്സ് മിനിസ്ട്രിയൊക്കെ അത് രഹസ്യമായി വെച്ചുകൊണ്ട് സൂക്ഷിച്ചത് കൊണ്ടാണ് 2021 തെരഞ്ഞെടുപ്പിൽ LDF അധികാരത്തിലേക്ക് പോലും വന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ചില കാര്യങ്ങളും കൊടുക്കൽ വാങ്ങലുകളും ഒക്കെ ഇതിൻ്റെ ഇടയ്ക്ക് ഉണ്ടാകാമെന്ന് സംശയിക്കുന്നു. പക്ഷേ പൊതുജനത്തിനെ സംബന്ധിച്ചിടത്തോളം അറിഞ്ഞിരിക്കേണ്ട നമ്മുടെ ഭരണാധികാരികൾ എങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും ചെറിയൊരു ഉദാഹരണമാണിത്.